ഖദീജ ബത്തുൽ എന്നാണ് മോളെ പേര്. അവള് വന്നപ്പോ കാലില് നല്ല വിള്ളലുണ്ട്, നല്ല കരച്ചിലായിരുന്നു രാവിലെ തന്നെ. എമി ലാസ്റ്റ് ബെഞ്ചിലുള്ള എമി ഓടി വരും, എന്നിട്ട് ബുക്ക് എടുത്ത് കൊടുക്കുക, പെൻസിൽ എടുക്കുക, ഷാർപ്പ് ചെയ്യുക, ഇപ്പൊ വരാട്ടോ, ഇപ്പൊ ചെയ്തു തരാട്ടോ. ഫസ്റ്റ് ഒന്നും എനിക്ക് അത്ര സ്ട്രൈക്ക് ആയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ചെയ്യുന്നത് ശ്രദ്ധിച്ച് ഞാൻ അവൾ അറിയാതെ വീഡിയോ പകർത്തിയതാണ്. നമസ്കാരം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എത്രമാത്രം നിഷ്കളങ്കരായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നൊരു വീഡിയോ ഉണ്ട്. ഒരു 1ാം ക്ലാസ്സുകാരി, അവൾ തൻ്റെ ക്ലാസ്സിലെ മുറിവേറ്റ ഒരു സഹപാഠിയെ ശുശ്രൂഷിക്കുകയാണ്. ആ മുറിവേറ്റ കുട്ടിക്ക് പുസ്തകം എടുത്തു കൊടുക്കുന്നു, കുടിക്കാൻ വെള്ളം എടുത്തു കൊടുക്കുന്നു. ഒരുപക്ഷെ നമുക്ക് നിസ്സാരമാണ് എന്ന് തോന്നിയേക്കാം, പക്ഷെ ഒരു 1ാം ക്ലാസ്സുകാരിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അധികമുള്ള കരുതലാണത്. കൗതുകം തോന്നി ക്ലാസ്സിലെ അധ്യാപിക തന്നെയാണ് ആ വീഡിയോ എടുക്കുന്നതും പിന്നീട് ക്ലാസിന്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതും. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ കൈമാറി പോവുകയും ചെയ്തു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ. മലപ്പുറം ജില്ലയിലെ പറമ്പിൽപീടിക GLP സ്കൂളിലെ 1ാം ക്ലാസ്സുകാരി എമി ഏഗ്നസ് ആണ് നമ്മുടെ കഥയിലെ താരം. തന്റെ ക്ലാസ്സിലെ മുറിവേറ്റ പെൺകുട്ടിയെ ആരുടെയും പ്രേരണയില്ലാതെ ശുശ്രൂഷിക്കുകയാണ് അവള്. നമുക്ക് ആ കൊച്ചു മിടുക്കിയെ ഒന്ന് പരിചയപ്പെടാം. പറമ്പിൽപീടിക GLP സ്കൂളിലെ ആ മിടുക്കി കുട്ടി 1ാം ക്ലാസ്സുകാരി എമി ആഗ്നസ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. മോളെ, എന്താണ് വിശേഷം? കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. അന്ന് എന്താ ചെയ്തത് കൂട്ടുകാരിയുടെ കാലില്? ആ, അപ്പോഴ് എന്താ ചെയ്തത്? ഇതൊക്കെ വാട്ടർ ബോട്ടിൽ എടുത്തു കൊടുത്ത് പിന്നെ ടീച്ചർ പറഞ്ഞ വർക്കൗട്ട് അതൊക്കെ എടുത്തു കൊടുത്തു. ആ കൂട്ടുകാരിക്ക് മുറി പറ്റിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു കൊടുത്തത്. ഇപ്പോൾ ആ വീഡിയോ ദൃശ്യം പകർത്തിയ അധ്യാപിക ഖൈറുന്നീസ, അതേ സ്കൂളിലെ അധ്യാപികയാണ്. ടീച്ചറെ, അന്ന് എന്താണ് സംഭവിച്ചത്? മോള് പറഞ്ഞു, പക്ഷെ എന്താണ് സംഭവിച്ചത്? അന്ന് രാവിലെ ഖദീജ ബത്തുൽ എന്നാണ് മോളെ പേര്. അവള് വന്നപ്പോ കാലില് നല്ല വിള്ളലുണ്ട്, നല്ല കരച്ചിലായിരുന്നു രാവിലെ തന്നെ. അപ്പൊ ഞാന് ശരിയല്ല, ബാക്കി കുട്ടികൾ തട്ടാതിരിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് സെപ്പറേറ്റ് ആയി ഇരുത്തിയതാ. ആ ഇരുത്തിയ സമയത്ത് നമ്മള് നോർമലി ഇരുത്തും, ഞാൻ അവളതെല്ലാം ചെയ്ത് കൊടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴും എമി അന്ന് ലാസ്റ്റ് ബെഞ്ചിലാണ്, റൊട്ടേഷനാണ്, ഓരോ ദിവസം ഓരോ ക്ലാസ് ബെഞ്ചിലാണ്. എമി ലാസ്റ്റ് ബെഞ്ചിലുള്ള എമി ഓടി വരും, എന്നിട്ട് ബുക്ക് എടുത്ത് കൊടുക്കുക, പെൻസിൽ എടുക്കുക, ഷാർപ്പ് ചെയ്യുക, ഇപ്പൊ വരാട്ടോ, ഇപ്പൊ ചെയ്തു തരാട്ടോ എന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് ഒന്നും എനിക്ക് അത്ര സ്ട്രൈക്ക് ആയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ചെയ്യുന്നത് ശ്രദ്ധിച്ച് ഞാൻ അവൾ അറിയാതെ വീഡിയോ പകർത്തിയതാണ്. ശരിക്കും എനിക്ക് കണ്ണ് നിറയെ നമ്മള് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നതോ ഒന്നുമല്ല, അവള് സ്വന്തം ചെയ്യാണ്. അത് കണ്ടപ്പോ ഇങ്ങനെ വീഡിയോ എടുത്തു, ഞാനത് ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടു, അവരോട് പറഞ്ഞു, അത്രേ ഉണ്ടായുള്ളൂ. എന്തൊക്കെയാലും ആ വീഡിയോ വളരെ മനോഹരമായൊരു വീഡിയോ ആണ്. ഇവിടെ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ഇവിടെ പറയുന്നില്ലോ എന്താണ് സഹായിച്ചില്ലേ, അതാ ചോദിച്ചത്, പറഞ്ഞോട്ടെ. അന്ന് എന്താ ബത്തുലിനെ അങ്ങനെ സഹായിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഷാർപ്പ് ചെയ്തെടുത്തു, ബുക്കിൽ വരച്ചു കൊടുത്തു, ബുക്ക് എടുത്തു കൊടുത്തൊക്കെ ചെയ്തില്ലേ, അതെന്തിനാ ചെയ്തേന്ന് ചോദിച്ചു. പറഞ്ഞോട്ടെ. ഹെൽപ്പ് ചെയ്ത് കൊടുത്താണോ? കൂട്ടി അവളുടെ കാല് മുറിഞ്ഞുകൊണ്ട് ഹെൽപ്പ് ചെയ്ത് കൊടുത്താണോ? ആ, അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ എന്താ തോന്നാൻ കാരണം? അത് എന്റെ UKG പഠിച്ച കുട്ടിയാണ്. ആണോ? UKG മുതൽ കൂടെ പഠിക്കണ്ടേ? അപ്പൊ കഴിഞ്ഞ കൊല്ലം മുതലുള്ള കൂട്ടുകാരിയാണ്. കൂട്ടുകാരി ആയതുകൊണ്ട് ചെയ്തു കൊടുത്താണ് അല്ലേ? എന്നിട്ട് അത് ചെയ്തപ്പോ ബത്തുൽ എന്താ പറഞ്ഞത്? ഗിഫ്റ്റ് കൊണ്ട് തന്നു. എന്ത് ഗിഫ്റ്റ് കൊണ്ട് തന്നേ? ഇതുവരെ പൊളിച്ചിട്ടില്ല, ഇന്നാണോ കൊണ്ട് തന്നേ? നമുക്കൊന്ന് പൊളിച്ചു നോക്കിയാലോ ക്ലാസ്സിൽ നിന്ന്. എന്തൊരു കൊച്ചു മിടുക്കിയാണ് നമ്മുടെ എമിയല്ലേ.
തന്നെ ശുശ്രൂഷിച്ചതിന് പകരമായിട്ട് ഒരു സമ്മാനവും കൊണ്ടാണ് ഇന്ന് എമിയുടെ സഹപാഠി ക്ലാസ്സിലെത്തിയത്. എമിക്കുട്ടി അത് തുറന്നു നോക്കുന്നുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടാലോ. ആരുടെയും പ്രേരണയില്ലാതെ തന്റെ സഹപാഠിയെ ശുശ്രൂഷിക്കാനായിട്ട് എമി മുന്നോട്ട് വന്നതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. നമ്മളൊക്കെ വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നതും ഈ നിഷ്കളങ്കതയും സ്നേഹവും തന്നെയാണ്. എന്തു തന്നെയായാലും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും ഇനിയും എമിക്കുട്ടി കഴിയട്ടെ. മലപ്പുറം പറമ്പിൽ പീടികയിൽ നിന്നും നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.